ലോകത്ത് നഗ്നരായി ജീവിക്കുന്ന നിരവധി സമൂഹങ്ങളുണ്ട്. ഈ ആധുനിക കാലത്തും നഗ്നതയെ പാപമായി കാണാത്ത നിരവധി കമ്മ്യൂണുകൾ ലോകമാകെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്ത്യയിലെ അഘോരികൾ അതിന് ഉദാഹരണമാണ്. വസ്ത്രം അവർ ധരിക്കാറില്ല. സമ്പൂർണ്ണ നഗ്നരായിട്ടാണ് അഘോരികൾ ജീവിക്കുന്നത്. ഇത്തരമൊരു സംഘം കേരളത്തിലുണ്ട്. വടകരയിലെ സിദ്ധ സമാജം എന്ന ആശ്രമത്തിലെ അന്തേവാസികൾ സമ്പൂർണ്ണ നഗ്നരായിട്ടാണ് ജീവിതം നയിക്കുന്നത്. വടകര സിദ്ധാശ്രമത്തെക്കുറിച്ചും ആശ്രമ ജീവിതത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ന്യൂസ് ഇൻ ഡെപ്ത് പരിശോധിക്കുന്നത്. 1920 വടകരയിൽ സിദ്ധാശ്രമം സ്ഥാപിക്കുന്നത്. സ്ഥാപകന്റെ പേര് രാമക്കുറുപ്പ്. ഈ സ്ഥാപനം സ്ഥാപിക്കാനായി രാമക്കുറുപ്പിനെ പ്രേരിപ്പിച്ച ഒരു കാര്യമുണ്ട്. രാമക്കുറുപ്പ് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഗർഭിണിയായിട്ടുള്ള ഭാര്യ അസുഖബാധിതയായി കിടക്കുന്നു. രാമക്കുറുപ്പ് ഭാര്യയെ മടിയിലേക്ക് കിടത്തുന്നു. ഭാര്യ രാമക്കുറുപ്പിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. താങ്കൾ ഒരു പോലീസുകാരനാണ്, ധൈര്യമുണ്ട്, എന്തും ചെയ്യാനുള്ള ശേഷിയും ചങ്കൂറ്റവും താങ്കൾക്കുണ്ട്. പക്ഷേ ഞാനിപ്പോൾ രോഗബാധിതയായി മരണത്തെ മുന്നിൽ കാണുന്നു. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ താങ്കൾക്ക് ആവുമോ? എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ താങ്കൾക്ക് ആവുമോ? എന്താണ് എൻ്റെയും താങ്കളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം? തുടങ്ങി ചില സൈദ്ധാന്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ തത്വചിന്താപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു രാമക്കുറുപ്പിനോട് ഭാര്യ. ഈ ചോദ്യങ്ങൾക്ക് ശേഷം രാമക്കുറുപ്പിൻ്റെ മടിയിൽ കിടന്ന് ഭാര്യ മരിക്കുകയും ചെയ്തു. ഇതോടെ രാമക്കുറുപ്പ് വലിയ ദുഃഖത്തിലേക്ക് വന്നു ഭവിച്ചു. ഈ വിഷാദത്തിൽ അകപ്പെട്ട രാമക്കുറുപ്പ് ജോലി രാജിവെച്ച ശേഷം ഭാരതമാകെ ചുറ്റി നടന്നു. തനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരാണ് അതിന് കൃത്യമായ ഉത്തരം തരിക? തൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഭാര്യ അവശേഷിപ്പിച്ച ചോദ്യങ്ങൾ. എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം? മരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മരണത്തിന് ശേഷം ജീവിതമുണ്ടോ? തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ രാമക്കുറുപ്പിൻ്റെ മനസ്സിനെ അലട്ടി. ആ ചോദ്യങ്ങളുടെ ഉത്തരത്തിനായി അദ്ദേഹം നിരവധി ഗുരുക്കന്മാരെ സമീപിച്ചെങ്കിലും അവിടെ നിന്നൊന്നും അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരം കണ്ടെത്താനായില്ല. അവസാനം രാമക്കുറുപ്പ് യാത്ര ചെയ്ത് പഴനിയിൽ എത്തി. പളനിയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു സന്യാസിയെ പരിചയപ്പെടുന്നു. ബോഗർ എന്നാണ് സന്യാസിയുടെ പേര്. വളരെ വിചിത്രമായ, അദ്ദേഹം അതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ പ്രത്യേകതയുള്ള ഒരാളാണ് ബോഗർ എന്ന് രാമക്കുറുപ്പിന് തോന്നി. രാമക്കുറുപ്പ് ബോഗറോട് തൻ്റെ സംശയങ്ങളെല്ലാം ചോദിക്കുന്നു. ബോഗറിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം ബോഗർ എന്ന് പറയുന്നത് ഒരു സിദ്ധ സന്യാസിയാണ്. സിദ്ധ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ സന്യാസി. 250 സിദ്ധ രഹസ്യങ്ങളാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ബോഗർ രാമക്കുറുപ്പിനെ ഒരു നിഗൂഢമായ ഗുഹയിലേക്ക് ആനയിക്കുന്നു. ആ ഗുഹയിൽ വച്ചിട്ട് ഈ സിദ്ധ രഹസ്യങ്ങൾ രാമക്കുറുപ്പിന് പകർന്നു നൽകുന്നു. അതോടുകൂടി രാമക്കുറുപ്പ് ഒരു സന്യാസിയായി മാറുന്നു. രാമക്കുറുപ്പ് എന്ന പൂർവാശ്രമത്തിലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, പേരടക്കം ഉപേക്ഷിച്ചുകൊണ്ട് ശിവാനന്ദ പരമഹംസൻ എന്ന പേര് സ്ഥാപിച്ച് വടകരയിലേക്ക് തിരികെ വരുന്നു. അവിടെ വെച്ചാണ് ആശ്രമം സ്ഥാപിക്കുന്നത്. ഇന്ന് കാണുന്ന ആശ്രമത്തിൻ്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് ഇന്ന് ഈ ആശ്രമം പിന്തുടരുന്നത്. സിദ്ധ രഹസ്യത്തിലെ 250 ചട്ടങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് രാമക്കുറുപ്പ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സിദ്ധവേദം എന്നാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ നിയമങ്ങൾ അനുസരിച്ചാണ് വടകരയിലെ സന്യാസിമാരും അതേപോലെ തന്നെ അല്ലെങ്കിൽ അന്തേവാസികളും തങ്ങളുടെ ജീവിതം നയിക്കുന്നത്. അതായത് വടകരയിലെ സിദ്ധ സമാജത്തിൻ്റെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഗ്രന്ഥമാണ് സിദ്ധവേദം. ഇതിലെ ഓരോ വാക്കുകളും വാചകങ്ങളും അതേപടി അനുസരിച്ച് ജീവിക്കുകയാണ് ഇവിടുത്തെ അന്തേവാസികൾ. ആശ്രമത്തിലെ അന്തേവാസികളിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. വസ്ത്രം നിഷിദ്ധമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതായത് കൃഷിപ്പണിക്കും മറ്റും പോകുമ്പോൾ ഉപയോഗിക്കാവുന്ന വസ്ത്രം ഇതാണ്. പുരുഷന്മാർക്ക് മുട്ടുവരെ നീളുന്ന ഒരു വെള്ള വസ്ത്രം, സ്ത്രീകൾക്ക് മുട്ടുവരെ നീളുന്ന വെള്ള വസ്ത്രം, ഒപ്പം തന്നെ മാറ് മറയ്ക്കാനായി
തോർത്തു പോലുള്ള ഒരു വസ്ത്രം. ഇതാണ് കൃഷിപ്പണിക്കും മറ്റും ആശ്രമത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അന്തേവാസികൾ ധരിക്കേണ്ടത്. ആശ്രമത്തിൽ മതം പാടില്ല, ജാതി പാടില്ല, ലിംഗം പാടില്ല, ലിംഗവ്യത്യാസം പാടില്ല, അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയിട്ടുള്ള യാതൊരു തരത്തിലെ ബന്ധങ്ങളും പാടില്ല. അതായത് ആശ്രമത്തിലെ ഒരു അന്തേവാസി എന്ന് പറയുന്നത് സമ്പൂർണമായ ബന്ധമുക്തനായ ആളായിരിക്കണം. സ്ത്രീയാണെങ്കിലും അതെ, പുരുഷനാണെങ്കിലും അതെ. ഇതാണ് ആശ്രമത്തിലെ അന്തേവാസികളുടെ ആദ്യത്തെ സങ്കല്പം. ഇങ്ങനെയാണ് അന്തേവാസികൾ ജീവിക്കുന്നത്. ഇനി എന്താണ് ആശ്രമത്തിലെ മറ്റ് നിയമങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 8 മണിക്കൂർ ജപം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം. മന്ത്രം, തന്ത്രം, യാഗം, പൂജ, വ്രത അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് ആശ്രമത്തിലെ നിയമം. കാരണം ഇതൊന്നും തന്നെ മനുഷ്യനെ ശുദ്ധനാക്കാൻ ലക്ഷ്യമിട്ടുള്ളതല്ല. വെറുതെ സമയം കളയാനും അല്ലെങ്കിൽ വൃഥ അനുഷ്ഠാനങ്ങൾ മാത്രമാണ്, ചില ക്രിയകൾ മാത്രമാണ്. ഇതുകൊണ്ട് തിരികെ ഒന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് മന്ത്രവും തന്ത്രവും യാഗവും പൂജയും വ്രതാനുഷ്ഠാനങ്ങളും ശുദ്ധ അസംബന്ധമാണ് എന്നാണ് സ്വാമി ശിവാനന്ദ പരമഹംസൻ പറയുന്നത്. അതനുസരിച്ചാണ് അവിടുത്തെ ജീവിതം. പക്ഷേ 8 മണിക്കൂർ ജപമുണ്ട്. രാവിലെ 3 മണിക്കാണ് ആശ്രമത്തിലെ ഒരു ദിവസം തുടങ്ങുന്നത്. 8 മണിക്കൂർ ജപം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ തരംതിരിച്ചിരിക്കുന്നത്. രാവിലെ 3 മണിക്ക് ആദ്യത്തെ ജപം തുടങ്ങും. ഉച്ചയ്ക്ക് 12 മണിക്ക് ജപമുണ്ട്. വൈകിട്ട് 6 മണിക്ക് ജപമുണ്ട്. രാത്രി 7:30 ജപമുണ്ട്. ഇതിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് ഈ 3 സമയങ്ങളിൽ 3 മണിക്കൂറോളം വരുന്ന, 3 മണിക്കൂർ തികച്ചില്ല, 3 മണിക്കൂറോളം വരുന്ന സമയമെടുത്തിട്ടാണ് ജപം പൂർത്തിയാക്കുന്നത്. ജപസമയത്ത് പ്രത്യേകതയുണ്ട്. സ്ത്രീ പുരുഷന്മാർ സമ്പൂർണമായി നഗ്നരായിരിക്കണം. ജപസമയത്ത് മാത്രമല്ല, ഭക്ഷണ സമയത്തും പൂർണ്ണ നഗ്നരായി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. സ്ത്രീ പുരുഷന്മാർ ഒരു കാരണവശാലും ഈ സമയത്ത് ഡ്രസ്സ്, നേരത്തെ പറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ആ ആശ്രമത്തിനുള്ളിൽ കഴിയുമ്പോൾ ഒരാളും വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗാന്ധർവ വിവാഹം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ തക്ക വിധമുള്ള ഒരു ബന്ധം മാത്രമേ അവിടെയുള്ളൂ. കാരണം വിവാഹം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഒരു ബന്ധത്തിലേക്ക് 2 പേരെ ആനയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബന്ധം പാടില്ല എന്നുള്ള പ്രഖ്യാപിത ആശ്രമത്തിലെ നിയമത്തിന് അല്ലെങ്കിൽ സിദ്ധ ഗ്രന്ഥത്തിലെ നിയമത്തിന് വിരുദ്ധമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടക്കുന്നത് എന്ന് പരിശോധിക്കാം. ഒരു സ്ത്രീക്കും പുരുഷനും ഒരേ സമയം ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടണം എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാനുള്ള സൗകര്യം ആശ്രമത്തിലുണ്ട്. ആ ലൈംഗിക വേഴ്ച പരസ്യമായിരിക്കണം. ഒരു കാരണവശാലും രഹസ്യമായ ലൈംഗിക വേഴ്ച പാടില്ല. മാത്രമല്ല, ലൈംഗിക വേഴ്ചയ്ക്ക് ശേഷമോ അതിനു മുൻപോ പാപബോധമോ അപമാനമോ പാടില്ല. മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും പാടില്ല. 2 പേർക്ക് ഇണചേരാൻ തോന്നുന്നു, അവർ 2 പേരും സ്വതന്ത്രരായി ഇണചേരുന്നു. ചുറ്റുപാടുകളും ആൾക്കാരുണ്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല. ഇതാണ് ഇണചേരലിൻ്റെ പ്രത്യേകത. ഒരാളും മറ്റൊരാളെ ലൈംഗികമായി കീഴ്പ്പെടുത്താൻ പാടില്ല. 2 പേരുടെയും സമ്പൂർണമായിട്ടുള്ള അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ലൈംഗിക വേഴ്ച പാടുള്ളൂ എന്നാണ് അവിടുത്തെ നിയമം. ഉറക്കവുമായി ബന്ധപ്പെട്ടും നിയമങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനും അടുത്തടുത്താണ് കിടക്കേണ്ടത്. അടുത്തടുത്ത് എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ കിടക്കുന്നെങ്കിൽ അതിൽ നിന്ന് മറ്റൊരാൾ കിടക്കുന്ന ദൂരം മാറ്റിവെക്കും. പിന്നീട് അതിനടുത്തതായിട്ട് ഒരു സ്ത്രീയാണ്. അതായത് 3 പേർ കിടക്കേണ്ടുന്ന സ്ഥലത്ത് 2 പേർ കിടക്കുന്നു. ഈ ഉറക്കം ഓരോ ദിവസങ്ങളിലും മാറി മാറി വരും. ജപഹാളിലാണ് ഉറക്കം. ഈ ദിവസം ഒരാളാണ് എൻ്റെ അടുത്ത് കിടന്നതെങ്കിൽ ഒരു പുരുഷൻ പറയുന്നു, നാളെ മറ്റൊരു സ്ത്രീയുടെ അടുക്കലായിരിക്കും ആ പുരുഷൻ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, രാത്രിയിൽ കിടക്കുമ്പോൾ അനുരാഗമോ ലൈംഗിക താല്പര്യമോ ഉണ്ടായാൽ അത് ഒരു വലിയ ബന്ധത്തിലേക്ക് മാറും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉറക്കത്തിലെ ഈ തരംതിരിവ്. ഓരോ ദിവസം കഴിയുന്തോറും ഒരു സർക്കിൾ ക്രമത്തിൽ ഈ ഉറക്കം മാറി മാറി വരും. അങ്ങനെ ജപഹാളിൽ പൂർണ്ണ നഗ്നരായിട്ടാണ് അന്തേവാസികളുടെ ഉറക്കം.
ഇതുകൂടാതെ മറ്റ് ചില നിയമങ്ങൾ കൂടി ആശ്രമത്തിലെ അന്തേവാസികൾക്കുണ്ട്. ഒരു കാരണവശാലും ക്ഷൗരം ചെയ്യാൻ പാടില്ല. ശരീരത്തിലെ ഒരു രോമത്തെയും കൃത്രിമമായി മാറ്റാൻ അനുവദിക്കരുത്. അതെല്ലാം തന്നെ സ്വാഭാവികമായി വളർന്നു വരുന്ന രോമങ്ങളാണ്. അതിനെ കൃത്രിമമായി മുറിച്ചു മാറ്റാനോ ഷേവ് ചെയ്യാനോ അനുവദിക്കില്ല. അതുകൊണ്ട് ക്ഷൗരം എന്ന് പറയുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു ആശ്രമത്തിൽ. സ്ത്രീക്ക് ആർത്തവ സമയത്ത് കൗപീനം ധരിക്കാനുള്ള, അതായത് കോണകം എന്ന് നമ്മൾ പറയുന്ന ആ വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു അവകാശം. മാത്രമല്ല, ആർത്തവം അശുദ്ധി എന്ന് പറയുന്ന സങ്കല്പത്തിലല്ല അവിടെയുള്ളത്. ആർത്തവം ശുദ്ധമായ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റമാണ് ആർത്തവം എന്നാണ് ആശ്രമത്തിലെ സങ്കല്പം. അതുകൊണ്ട് ആർത്തവം ശുദ്ധിയാണ് എന്ന് തന്നെയാണ് ആശ്രമ അന്തേവാസികളുടെ വിശ്വാസം. ലൈംഗിക വേഴ്ചയിലൂടെ കുട്ടികൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാകും. അത്തരം കുട്ടികളെ ആശ്രമം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ സിസ്റ്റം ആശ്രമത്തിലുണ്ട്. ആണും പെണ്ണും തമ്മിൽ ഇണചേർന്ന് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രണ്ടു പേരായിരിക്കുമല്ലോ അവരുടെ മാതാപിതാക്കൾ. ഈ മാതാപിതാക്കൾക്കൊപ്പം ഒരു കുഞ്ഞിന് 3 വർഷം വരെ താമസിക്കാനേ ആശ്രമത്തിൽ അനുവാദമുള്ളൂ. കൃത്യം 3 വയസ്സ് തികയുന്ന ആ സമയത്ത് ആശ്രമത്തിൻ്റെ വകയായിട്ടുള്ള സ്കൂളിലേക്ക് ഈ കുട്ടിയെ മാറ്റും. പിന്നീട് SSLC വരെ പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആശ്രമത്തിലെ ഈ സ്കൂളിലുണ്ട്. പക്ഷേ SSLC പരീക്ഷ വരെ എത്തുന്നു, പരീക്ഷ എഴുതേണ്ടതില്ല. അതോടുകൂടി ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. അങ്ങനെ SSLC വരെ പഠിക്കാനുള്ള അവകാശമാണ് കുട്ടികൾക്കുള്ളത്. പരീക്ഷ എഴുതാനുള്ള അവകാശം കുട്ടികൾക്കില്ല. അങ്ങനെ ഈ കുട്ടി തിരികെ ആശ്രമത്തിലേക്ക് തന്നെയാണ് എത്തപ്പെടുന്നത്. SSLC പരീക്ഷ എഴുതേണ്ടാത്തതുമായി ബന്ധപ്പെട്ടും കൃത്യമായ ഉത്തരം ആശ്രമത്തിനുണ്ട്. ശിവാനന്ദ പരമഹംസ പറയുന്നത് ഇപ്രകാരമാണ്: പുസ്തക ജ്ഞാനം അല്ല വലുത്. ലോകത്ത് പുസ്തകം വായിച്ചു കൂട്ടി അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കൊണ്ട് കാര്യമില്ല. മറിച്ച് സ്വയം ജ്ഞാനം നേടുക, മസ്തക ജ്ഞാനമാണ് വലുത്. മസ്തകം എന്ന് പറയുന്നത് ആനയുടെ തലയോട്ടി എന്ന് നമുക്കറിയാം. ആനയുടെ നെറ്റിഭാഗം അടക്കമുള്ളവയാണ് മസ്തകം. മനുഷ്യൻ്റെയും മസ്തകം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തല. ബുദ്ധി കൊണ്ടുള്ള സ്വയം തിരിച്ചറിവാണ് ആവശ്യമെന്നാണ് ശിവാനന്ദ പരമഹംസയുടെ ഒരു നിയമം. ആ നിയമം അനുസരിച്ചുകൊണ്ടാണ് SSLC വരെ ഇവർ പഠിക്കുന്നതും പിന്നീട് പരീക്ഷ എഴുതാതെ ആശ്രമത്തിലേക്ക് മടങ്ങുന്നതും. ഇപ്പോൾ ആശ്രമത്തിലുള്ളത് 2020 ശിവാനന്ദ പരമഹംസ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ 4ഉം 5ഉം തലമുറകളാണ്. അന്ന് ഉണ്ടായിരുന്നവരുടെ 4ഉം 5ഉം തലമുറകളാണ് ഇപ്പോൾ സിദ്ധ സമാജത്തിൽ ഉള്ളത്. എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്, എന്താണ് ഇവരുടെ വരുമാനം എന്ന് നമുക്ക് ആലോചിക്കാം. ഇവർ കൃഷിയെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ജൈവ കൃഷിയെ ആശ്രയിക്കുന്നു. ആ കൃഷി ഉൽപ്പന്നങ്ങൾ പുറത്ത് വിറ്റഴിക്കുന്നു. ഒപ്പം തന്നെ ഔഷധ നിർമ്മാണം ആശ്രമത്തിൻ്റെ വകയായിട്ടുണ്ട്. ഔഷധങ്ങൾ നിർമ്മിക്കുന്നു, പുസ്തകങ്ങൾ വിറ്റഴിക്കുന്നു. ഇതിൽ നിന്നുമാണ് ആശ്രമത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള വരുമാനം ലഭിക്കുന്നത്. കർശനമായ അച്ചടക്കമാണ് സിദ്ധ സമാജത്തിൽ ഉള്ളത്. ഒരാൾക്ക് തോന്നുന്ന പോലെ ചെയ്യാനൊന്നും കഴിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊന്നും നടത്താൻ കഴിയില്ല എന്ന് ചുരുക്കം. ഒരു മോണിറ്ററിംഗ് സംവിധാനം ആശ്രമത്തിലുണ്ട്. അതായത് ഒരു ദിവസം രാവിലെ 3 മണിക്ക് തുടങ്ങുന്ന ആശ്രമത്തിൻ്റെ ജീവിതം ഉറക്കം വരെയുള്ള ഘട്ടം മുഴുവൻ ഓരോ ദിവസവും എഴുതി വയ്ക്കും. അങ്ങനെ ഒരാൾ മോണിറ്ററായുണ്ട്. ഈ മോണിറ്റർമാർ മാറിയും തിരിഞ്ഞും വരും. മോണിറ്റർ എഴുതുന്ന ഈ റിപ്പോർട്ട് ആശ്രമത്തിലെ ഭരണസമിതി പരിശോധിക്കും. അതിൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വേച്ഛാപരമായി പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള ശിക്ഷണ നടപടികളാണ് സമാജം എടുക്കുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ആശ്രമത്തിന് ഉണ്ടാവാറുണ്ട്. സിദ്ധ സമാജത്തിലെ കുട്ടികൾ പഠനം പൂർത്തിയാക്കുന്നില്ല. മാത്രമല്ല, കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത് അപകടകരമാണ് എന്നാണ് സിദ്ധ സമാജത്തിൻ്റെ സങ്കല്പം. അതുകൊണ്ട് ചെറിയ കുട്ടികളെ മുതൽ നമ്മുടെ ആധുനികമായിട്ടുള്ള എല്ലാ മരുന്നുകളിൽ നിന്നും അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പിൽ നിന്നും മോചിപ്പിക്കുകയാണ് ഇവരുടെ രീതി. പ്രതിരോധ കുത്തിവയ്പ്പ് കുട്ടികളെ എടുക്കുന്നില്ല, അവർക്ക് ഇഷ്ടപ്രകാരമുള്ള പഠനം സാധ്യമാക്കുന്നില്ല തുടങ്ങിയ നിരവധി വിമർശനങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ആശ്രമത്തിനെതിരെയുണ്ട്. അതേസമയം തന്നെ ലോകത്തിലെ ഒരാൾക്കും
ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധമാണ് 1920 മുതൽ 2020 ഈ ദിവസം വരെ ആശ്രമത്തിലെ അന്തേവാസികൾ ജീവിക്കുന്നതും പെരുമാറുന്നതും. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെയാണ് ആശ്രമവാസികളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ പുറമേയുള്ളവർക്ക് യാതൊരു തരത്തിലെ പരാതിയും സിദ്ധാശ്രമത്തെക്കുറിച്ച് ഇല്ല. സിദ്ധ സമാജത്തിൻ്റെ രീതി അതാണ്. 1920 ശിവാനന്ദ പരമഹംസ തുടങ്ങിവെച്ച ഈ ആശ്രമം, സിദ്ധ സമാജം, ഇന്ന് നിരവധി ശാഖകളുള്ള വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. വടകരയെ കൂടാതെ പേരാമ്പ്ര, കായണ്ണ, കുറ്റിച്ചൽ, സേലം എന്നിവിടങ്ങളിൽ ഈ സിദ്ധ സമാജത്തിന് ഇപ്പോൾ ആശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. കാണുന്നവൻ്റെ കണ്ണിലാണ് അശ്ലീലമെന്ന് പറയാറുണ്ട്. കാണുന്നവൻ എങ്ങനെയാണോ ഒരു ശരീരത്തെ അല്ലെങ്കിൽ ഒരു കാഴ്ചയെ കാണുന്നത്, ആ കാഴ്ച അവൻ്റെ കണ്ണിനെയും മനസ്സിനെയും ആശ്രയിച്ചാണ് ഇരിക്കുക. സിദ്ധ സമാജത്തിലെ കാഴ്ചകളെ അശ്ലീലമായി കാണാൻ ശ്രമിച്ചാൽ തീർച്ചയായും കാണുന്നവന് അത് അശ്ലീലമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച്, സമാജത്തിലുള്ളവരെ സംബന്ധിച്ച്, ആ മെമ്പർമാരെ സംബന്ധിച്ച് അത് അശ്ലീലമല്ല. മറിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും ത്യാഗനിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നഗ്നത എന്ന് പറയുന്നത്. അത് സിദ്ധസമാജത്തിൽ നഗ്നതയെ പാപമായിട്ടോ അല്ലെങ്കിൽ നാണിക്കേണ്ട ഒന്നായിട്ടോ കാണുന്നില്ല. നഗ്നത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സഹജമായ അവസ്ഥയാണ്. ബാക്കിയെല്ലാം, ആ നഗ്നതയ്ക്ക് മേൽ അവൻ അണിയിക്കുന്നതെല്ലാം തന്നെ കൃത്രിമമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ആഭരണങ്ങൾ അണിയാത്തത്, പൊട്ടുകുത്താത്തത്, കാതുകുത്താത്തത്. അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് ജന്മന എങ്ങനെയാണോ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നത്, അതേപോലെ തന്നെയായിരിക്കണം മരിക്കുമ്പോഴുള്ള ശരീരത്തിൻ്റെ അവസ്ഥ, സമ്പൂർണ്ണ നഗ്നത. ബാക്കിയെല്ലാം, ആ നഗ്നത മറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കൃത്രിമമായിട്ടുള്ള, വ്യാജമായിട്ടുള്ള, ആധുനിക നാഗരികനായിട്ടുള്ള മനുഷ്യൻ്റെ കുബുദ്ധിയിൽ നിന്ന് ഉണ്ടായത് എന്ന തരത്തിലാണ് ആശ്രമത്തിലെ സിദ്ധ സമാജത്തിലെ അന്തേവാസികളുടെ വിശ്വാസം. അത്തരത്തിലാണ് സിദ്ധ ധർമ്മങ്ങളും എഴുതി വച്ചിരിക്കുന്നത്.